ഇത് ലേശം നമുക്ക് കടുമുടങ്ങല്ലേ, അതേമാതിരി തക്കാളി ചീര എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഇല കിട്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് മുട്ടയൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു ഉപ്പേരിയാക്കി എടുക്കുകയാണ്. ഹെൽത്തി ഉപ്പേരിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ, വെറുതെ ആണെങ്കിലും ഡയറ്റിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഞാനെന്താ പരിപ്പും പിന്നെ മുരിങ്ങൻ്റെ ഇലയും കൂടി തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെന്തതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കും കേട്ടോ. തേങ്ങ അരച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എരിവിന് വേണ്ടിയിട്ട്. നമ്മൾ മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവാണ് ഉണ്ടാവുക കേട്ടോ. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ പച്ചമുളക് നന്നായിട്ട് വെന്ത് അതിലേക്ക് അരിയുമ്പോൾ നന്നായിട്ട് എരിവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലേശം തേങ്ങയും കൂടി അരച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയുള്ളിയോ കടുകോ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഉപ്പേരി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം തീ കത്തിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ മുരിങ്ങൻ്റെ ഇല ഇതേപോലെ പരിപ്പ് വെന്തതിന് ശേഷമാണ് നമ്മൾ മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കേണ്ടത്. കാരണം ആ പരിപ്പ് ഒടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉപ്പേരി എന്താ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. പരിപ്പും മുരിങ്ങയും കൂടി വെക്കുന്ന സമയത്ത് നമ്മുടെ പരിപ്പിനാണ് നല്ല വേവുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരുവിധം 3/4 ഭാഗം വേവായി തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇലകൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ കുറച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാഗി ഉണ്ടാക്കുന്നത്. മാഗി വൈകുന്നേരം ചായക്ക് കടി ഉണ്ടാക്കിയതാണ്. പിന്നെ രാവിലെ പൂരിയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയൊരു വീഡിയോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പൂരി മാഗിയും ഗോതമ്പും കൂടി മിക്സ് ചെയ്ത പൂരിയാണ്.